ഹായ് ഫ്രണ്ട്സ്, ഐ ആം ജോയ് തലക്കാടൻ. മൈ യൂട്യൂബ് ചാനൽ നെയിം ജോയ്സ് കിച്ചൻ. ഇന്ന് ഞാനൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ എന്ന് ഓർത്തു. അപ്പോൾ ഒരു ഫിഷ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫിഷിൻ്റെ ഒരു കഷ്ണം, അതേപോലെ ഒരു പൊട്ടറ്റോയും. ഇത് പൊട്ടറ്റോ ഒന്ന് ചെറുതായിട്ട് ബോയിൽ ചെയ്തെടുക്കണം. ശരിക്കും നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തിട്ട് പൊടിച്ചെടുക്കുമ്പോഴാണ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതൊന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഫിഷ് കട്ട്ലേറ്റിനുള്ള ഫിഷ് ഞാൻ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കാണ് ഒരു പാനിൽ. അതിനകത്തേക്ക് ഞാൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ അര ടീസ്പൂൺ ഉപ്പും കൂടി അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഞാൻ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് കഴിഞ്ഞു. ഇതും കൂടി ഒന്ന് ബോയിൽ ചെയ്യണം. ഈ പൊട്ടറ്റോ ഞാൻ അങ്ങനെ ഒന്ന് ഉടച്ച് എടുക്കുകയാണ്. ഇങ്ങനെ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലോണം ശരിക്കും ഇതേപോലെ സ്മാഷ് ചെയ്ത് നല്ലോണം ഉടച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ തരിതരിപ്പൊന്നും ഉണ്ടാവില്ല. ഇതുണ്ട്, ഒരു ഫോർക്ക് കൊണ്ട്, നല്ല കട്ടിയുള്ള ഒരു ഫോർക്ക് കൊണ്ട് ഇതേപോലെ ഈസി ആയിട്ട് ഉടച്ചെടുക്കാവുന്നേ. അതല്ല നീ കൈ കൊണ്ട് ശരിക്കും ഞെക്കിപ്പോൾ ഉടച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതുണ്ട്, വെരി ഈസി ആയിട്ട് ചെയ്യാവുന്നുള്ളൂ. ഞാനിതിങ്ങനെ ഉടച്ചെടുത്ത്, പിന്നെ അതേപോലെ തന്നെ ഫിഷിൻ്റെ വാട്ടറൊക്കെ പറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതും ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കണ്ട ഫിഷ് ഞാൻ ഇതേപോലെ ബോയിൽ ചെയ്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ഈ ഫോർക്കും കൊണ്ട് ഇതിങ്ങനെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തെടുത്ത പോലെ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കൈ കൊണ്ട് തിരുമ്മി പൊടിച്ചെടുത്താലും മതി. അതിനുശേഷം ഞാനൊരു പാൻ വച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം ഈ ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫസ്റ്റിൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ. ഈ ഒരു പാനിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഒരു ഓണിയനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാരണം കട്ട്ലറ്റിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട്. അപ്പോൾ ഞാൻ ഈ ഓണിയനും കുറച്ച് വേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് ഇതേപോലെ അരച്ചെടുത്തതാണ്. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞിട്ടില്ല. ഇതേപോലെ ആകുമ്പോൾ അധികം അത് പിന്നെ ഈ പാനിൽ പിടിക്കില്ല. അപ്പം ഇതേപോലെ ഒന്ന് ആഡ് ചെയ്ത് 2 സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് പേസ്റ്റ് ഞാനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് കുട്ടികൾക്ക് കൂടി കട്ട്ലേറ്റ് കൊടുക്കണമെന്നുള്ളതുകൊണ്ട് അവർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം കേട്ടോ. 1 2 പച്ചമുളക് 2 3 അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ആഡ് ചെയ്യണം ചോപ്പ് ചെയ്ത്. ഈ പാനിലേക്ക് അര ടീസ്പൂണ് കുരുമുളക് പെപ്പർ പൗഡർ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ അര സ്പൂണ് ഗരം മസാല പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അര സ്പൂണ് കുറുക്കം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത്രയും കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് ഇതാക്കിയിട്ട് ഇനി ഇതിനകത്തേക്ക് ഈ ഫിഷ് ഇതേപോലെ പൊടിച്ച് വെച്ചതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതേപോലെ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ച് ഇതും ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. വേണ്ട, അങ്ങനെ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയായി. ഫിഷ് കട്ട്ലേറ്റിൻ്റെ പൊട്ടറ്റോയും ഫിഷ് എല്ലാം കൂടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ബോൾ ചെയ്തിട്ട് ഇതേപോലെ മുട്ട പൊട്ടിച്ച് ഇതേപോലെ സ്മാഷ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് മുക്കിയിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംസോ പൊടി കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു 2 കഷ്ണം ബ്രെഡ് തലേദിവസം എടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, സ്ട്രോങ് ആയി പിറ്റേ ദിവസം ഇരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ ഒരു പാനിലിട്ടിരുന്ന് ചൂടാക്കിയിട്ട് അത് കുറച്ച് നേരം വച്ചതിന് ശേഷം ഒരു മിക്സിക്കകത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാലും ബ്രെഡ് ക്രംസ് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ട് യൂസ് ചെയ്യാം. ഞാൻ കട്ട്ലറ്റ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാൻ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്.
ഈ പാൻ ശരിക്കും ഫസ്റ്റിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഓയിൽ നല്ലോണം ചൂടായതിന് ശേഷമായിരിക്കണം മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചാലും ഹൈ ഫ്ലെയിമിൽ വെച്ചാലും ഇത് കട്ട്ലറ്റ് പൊടിയാനും കത്താനും ചാൻസ് ഉണ്ട്. അപ്പം അതൊരു എപ്പോഴും ഹൈയും അല്ല ലോയും അല്ല, ഹൈയും അല്ലെങ്കിൽ മീഡിയത്തിന് മുകളിലായിരിക്കണം ഇതിൻ്റെ ഫ്ലെയിം വയ്ക്കുന്നത്. ഇതിങ്ങനെ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ബോൾ ചെയ്യുക, ഇങ്ങനെ ബോൾ ചെയ്യുക. അതിനുശേഷം ഇത് കയ്യിൽ ഇങ്ങനെ ഒന്ന് പരത്തുക, ഇങ്ങനെ പരത്തിയിട്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ഈ ഇതിനകത്തേക്ക് ഒന്ന് മുക്കുക. ഇങ്ങനെ മുക്കിയതിന് ശേഷം അത് ഇതിനകത്തേക്ക് ഇടാം. ഇതിനകത്തുനിന്ന് കൈ കൊണ്ട് ഇങ്ങനെ മറിച്ച് കൊടുക്കുന്നതാണ് ബെറ്റർ, കാരണം കൈമയൊക്കെ ആവും. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മറിച്ച് കൊടുക്കുക. പെട്ടെന്ന് ആയിക്കോളും. കണ്ട വേണ്ട, കട്ട്ലറ്റ് ഈസി ആയിട്ടാകുന്നതാണ്, പെട്ടെന്നായി. ഇനി ഇത് നമുക്ക് കോരിയെടുക്കാം. അതേപോലെ അടുത്തതും ഇതേപോലെ മാവിലേക്ക് ഇടാം. ഇപ്പോൾ ഇതിൻ്റെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൈ കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കൈമ ആവാണ്ട് ഒരു ബെറ്ററാണ് ശരിക്കും ഈ ഫോർക്ക് കൊണ്ട് ചെയ്യണത്. പക്ഷെ അത് ബാലൻസ് ആയതിന് ശേഷം ചെയ്താൽ മതി. വേണ്ട, ഇതേപോലെ തന്നെ ഒന്നുകൂടി ഇട്ട് കൊടുക്കുക. കൂടുതൽ ഓയിൽ വേണമെന്നില്ല. അപ്പം നമുക്ക് ഇച്ചിരി കുഴിയുള്ള ഒരു പാനാണെങ്കിൽ അതിന് കുറച്ചുകൂടി ഓയിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ നമുക്കിത് കുറച്ച് മുങ്ങാൻ എളുപ്പമുണ്ടാവും. വേണ്ട, ഈസി ആയിട്ട് ഇതാവും. ഫിഷ് കട്ട്ലൈറ്റ് റെഡി ചെയ്തിരിക്കുകയാണ്. ഞാനൊരു ചെറിയ കഷ്ണം ഫിഷും ഒരു പൊട്ടറ്റോയും കൂടിയാണ് പൊട്ടറ്റോ കൂട്ടി കുക്ക് ചെയ്താണ് ഈ ഒരു ഫിഷ് കട്ട്ലൈറ്റ്. ഇത് ഇപ്പോൾ ഇതിനകത്ത് 7 എണ്ണം ഉണ്ട്, 2 എണ്ണം അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നുള്ളൂ നമുക്ക് കട്ട്ലറ്റ്. എന്താ പറയുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഞാൻ എന്നിട്ട് കഴിച്ച് നോക്കിയിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പം വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റംസാണ്. സ്നാക്സിന് വേണ്ടിയിട്ട് കുട്ടികൾക്കും എല്ലാവർക്കും പൊതുവെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസാണല്ലോ കട്ട്ലറ്റ്. അപ്പോൾ അതിനകത്ത് സ്പൈസി കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. നമ്മൾ സ്പൈസി കുറച്ചുണ്ടാക്കുക, അതനുസരിച്ച് ചെയ്യുക. അപ്പം ഇതിൻ്റെ കഴിച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.